ഹലോ. ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് 4 ടോപ്പിക്സാണ്. അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഞാനിവിടെ ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുന്നതായിരിക്കും. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് എക്കണോമിക്സ് ആണ്. അതായത് സാമ്പത്തിക ശാസ്ത്ര മാതൃകകളുടെ നിർമ്മാണത്തിൽ 2 രീതികളാണ് അല്ലെങ്കിൽ 2 മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഡിഡക്റ്റീവ് മെത്തേഡും ഒന്ന് ഇൻഡക്റ്റീവ് മെത്തേഡും. അതിൽ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജനറൽ ടു ദ പെർട്ടിക്കുലർ, അതായത് സാർവത്രികമായതിൽ നിന്ന് ഒരു പ്രത്യേക കാര്യത്തെ സംബന്ധിച്ചതിലേക്ക് ചുരുങ്ങുന്ന അല്ലെങ്കിൽ ഒരു യുക്തി വിചാരത്തെയാണ് നമ്മൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഡിഡക്റ്റീവ് മെത്തേഡിൻ്റെ വേറൊരു പേരാണ് അനലറ്റിക്കൽ മെത്തേഡ്. ഈ ഒരു ഡിഡക്റ്റീവ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഒരു സങ്കല്പത്തിൽ ആദ്യം ആവിഷ്കരിക്കും, ഒരു സങ്കല്പം ആദ്യം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് യുക്തിക്ക് നിരക്കുന്ന അല്ലെങ്കിൽ യുക്തിസഹമായിട്ടുള്ള അനുമാനങ്ങൾ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. അത് പിന്നീട് പരീക്ഷിച്ച് നോക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സിദ്ധാന്തമായി മാറ്റും. അങ്ങനെ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന സിദ്ധാന്തങ്ങൾ പിന്നീട് എന്തെങ്കിലും വസ്തുതകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് നിരീക്ഷിച്ച് നോക്കും. അങ്ങനെ അതൊരു കുറേ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയും അതൊരു നിയമമായിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. അതായത് ആദ്യം സാങ്കല്പികമായതിൽ നിന്ന് യുക്തിസഹമായിട്ടുള്ള ഒരു അനുമാനങ്ങളിലെത്തുകയും അതിനെ പരീക്ഷണ വിധേയമാക്കുകയും അതിനെ നിരീക്ഷിക്കാനുള്ള വസ്തുതകൾ കൊണ്ടുവരികയും അത് പലതവണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയും അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അത് ശരിയാണെന്ന് സ്ഥാപിക്കുകയും അതൊരു നിയമമാക്കി അല്ലെങ്കിൽ അത് ശരിയാണെന്നുള്ള രീതിയിൽ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നിയമമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മാതൃകയിലാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഉള്ളത്. പിന്നെ ഡിഡക്റ്റീവ് മെത്തേഡിൻ്റെ വേറെ പേരാണ് അനലറ്റിക്കൽ മെത്തേഡും എന്നും പറയാറുണ്ട്. ഇൻഡക്റ്റീവ് മെത്തേഡ് അതാണ് നെക്സ്റ്റ് രീതി. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ടു ജനറൽ, അതായത് ഒരു പ്രത്യേക കാര്യത്തെ സംബന്ധിച്ചതിൽ നിന്ന് സാർവത്രികമായതിലേക്ക് നടത്തുന്ന യുക്തി വിചാരത്തെയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ വേറെ നെയിമാണ് എംപിരിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് മെത്തേഡ് എന്നീ പേരുകളിലും ഈ ഒരു ഇൻഡക്റ്റീവ് മെത്തേഡ് അറിയപ്പെടുന്നുണ്ട്. ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ ഒരു നിരീക്ഷണ വിധേയമായിട്ടുള്ള ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിഭാസത്തിൻ്റെ അതിൻ്റെ കാരണങ്ങളിൽ നിന്നുമുള്ള വിശകലന രീതിയാണ് ഈ ഒരു ഇൻഡക്റ്റീവ് മെത്തേഡിലുള്ളത്. ഓക്കെ, അതായത് സാമ്പത്തിക പ്രതിഭാസങ്ങളുടെ കാര്യകാരണ ബന്ധം സ്ഥാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് മെത്തേഡിൽ ചെയ്യുന്നത്. പിന്നെ അവസാനമായിട്ട് ഏതാണോ നിരീക്ഷണ വിധേയമായ വസ്തുത അതിനെ ഒരു സാമാന്യവൽക്കരണത്തിൽ എത്തിച്ചേരുക. അതായത് ഒരു നിരീക്ഷണ വിധേയമായ ഒരു സാമ്പത്തിക പ്രതിഭാസത്തിനെ വിശകലനം ചെയ്യുന്ന രീതിയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2 തരം മെത്തേഡ്സാണ്, ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും. ഓക്കെ, ഇനി എക്കണോമിക് സിസ്റ്റംസ്. 3 തരം സമ്പദ് വ്യവസ്ഥകളാണുള്ളത്. 1 മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, 2 സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, 3 മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇതിൽ വിഭവങ്ങളുടെ വിനിയോഗത്തിൽ വ്യക്തിഗത ഉപഭോക്താക്കളുടെയും വ്യവസായ യൂണിറ്റുകളുടെയും തീരുമാനങ്ങൾ സ്വാധീനം ചെലുത്തുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. ഈ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ ഗവൺമെൻറ്റിന് കാര്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവില്ല. ഓക്കെ, മെയിനായിട്ട് ഇപ്പോൾ ഈ ഉൽപ്പാദന ഘടകങ്ങൾ അല്ലെങ്കിൽ എല്ലാം സ്വകാര്യ വസ്തുക്കളുടെ ഉടമസ്ഥാവകാശത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവരുടെ കൈവശമുള്ള ഓരോ വസ്തുക്കളാണെന്നുണ്ടെങ്കിലും അത് വിൽക്കുന്നതിലൂടെയാണ് അവർക്ക് വരുമാനം കിട്ടുന്നത്. രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എക്കണോമി അഥവാ കമാൻഡ് എക്കണോമി. അതായത് കമാൻഡ് എക്കണോമി എന്നും ഇതിനൊരു പേരുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നും ഇതിനൊരു പേരുണ്ട്. ഉൽപ്പാദനം, ഉപഭോഗം എന്നിവയെ സംബന്ധിച്ച തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ.
ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ അത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ, ഗവൺമെൻറ്റിൻ്റെ അധീനതയിലായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലായിരിക്കും ഈ ഉൽപാദന ഘടകങ്ങൾ ഉണ്ടാവുക. മാത്രമല്ല എല്ലാ തീരുമാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളാണ്. ഏതൊക്കെ വസ്തുക്കൾ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ഗവൺമെൻറ്റാണ്. അത്തരം സമ്പദ് വ്യവസ്ഥകളെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അഥവാ ദ കമാൻഡ് എക്കണോമി എന്നും പറയുന്നുണ്ട്. ഈ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയിലാണെന്നുണ്ടെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യവും സാമ്പത്തിക ശാസ്ത്രവും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തതാണ് മിക്സ്ഡ് എക്കണോമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അതായത് മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇത്തരം സമ്പദ് വ്യവസ്ഥയിൽ പൊതുമേഖലയും, അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരേ സമയത്ത് ഉണ്ടാവും. ഇത്തരം സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമിയാണ്. ഏതൊരു സമൂഹവും അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ സാധനങ്ങളും സേവനങ്ങളുമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് സാമ്പത്തിക പുരോഗതി നേടാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു നിശ്ചിത അളവ് വസ്തുക്കളുടെ റേഷനിങ് നടത്തേണ്ടത്? ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഒരു സമൂഹം നേരിടേണ്ടി വരുന്ന ബേസിക് പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളാണ്. ഉൽപ്പാദിപ്പിക്കണം, അതായത് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തൊക്കെ സാധനങ്ങളും സേവനങ്ങളുമാണ് എത്രമാത്രം അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അതായത് എങ്ങനെയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് സമൂഹം നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു സാധനം അല്ലെങ്കിൽ ഒരു സേവനം അതിൻ്റെ ഉൽപ്പാദനത്തിൽ നമുക്ക് ധാരാളം ഘടകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സാങ്കേതിക വിദ്യ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദന ഘടകങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാധനത്തിൻ്റെയോ അല്ലെങ്കിൽ സേവനത്തിൻ്റെയോ ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന ഈ ഒരു സാങ്കേതിക വിദ്യകളുടെയും അല്ലെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങളുടെ അനുപാതത്തിൻ്റെയും തിരഞ്ഞെടുക്കലാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ഇപ്പോൾ നമ്മളൊരു സാധാരണയായിട്ട് ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു വസ്തു തന്നെ നമുക്ക് കുറേ ടെക്നോളജി അല്ലെങ്കിൽ കുറേ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ച് മാത്രം എഫേർട്ട് ഇട്ട് കൂടുതൽ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ ഒരു ഉൽപ്പാദന രീതി അല്ലെങ്കിൽ ഉൽപ്പാദനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. അതുപോലെ തന്നെ കുറവ് മൂലധനവും കൂടുതൽ എഫേർട്ട് അല്ലെങ്കിൽ പ്രയത്നം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉൽപ്പാദനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ അഥവാ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ നമ്മൾ എക്കണോമി നേരിടുന്ന അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർക്ക് വേണ്ടിയാണ് ഈ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടത്, അതായത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. മൊത്തം ഉൽപ്പാദനം ഈ ഒരു ഉപഭോക്താക്കൾക്കിടയിൽ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ പോയിൻ്റാണ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി നേടാനായിട്ട് കഴിയുന്നത്. ഹൗ ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത്, അതായത് ത്വരിതഗതിയിലുള്ള ഒരു സാമ്പത്തിക വളർച്ച നേടുക എന്നതും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ സാമ്പത്തിക വെല്ലുവിളി തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ച പതിയെ എങ്ങനെയാണ് സാമ്പത്തിക വളർച്ച നേടുന്നതും എന്നതും ഈ ഒരു ബേസിക് പ്രോബ്ലം തന്നെയാണ്, എക്കണോമിയുടെ ബേസിക് പ്രോബ്ലം തന്നെയാണ്. ഇനി അടുത്തതാണ് എങ്ങനെയാണ് ഒരു നിശ്ചിത അളവ് വസ്തുക്കളുടെ റേഷനിങ് നടത്തേണ്ടത്. അപ്പം ഹൗ ടു റേഷൻ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി, ഇതും ഒരു ബേസിക് പ്രോബ്ലം ആയിട്ടാണ് കണക്കാക്കുന്നത്.
അതായത് ഇപ്പോൾ ഒരു നിശ്ചിത അളവ് വസ്തുക്കളുടെ അല്ലെങ്കിൽ നിശ്ചിത അളവ് പ്രൊഡക്ട്സിൻ്റെ വിനിയോഗക്രമം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വിഭജിക്കുന്നത് എന്നതിനെ നിർണ്ണയിക്കുന്നതാണ് റേഷനിങ് എന്ന് പറയുന്നത്. ഏതൊരു സമൂഹവും ഫേസ് ചെയ്യുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഈ ഒരു 5 എണ്ണമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസസ് ആണ്. റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസിൽ ആദ്യം തന്നെ എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചരിത്രമാണ്. അപ്പം ഈ ഒരു ചരിത്രത്തെ ഒഴിവാക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അസ്ഥിവാരമില്ലാത്തതും, സാമ്പത്തിക ശാസ്ത്രത്തെ ഒഴിവാക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് ഉപയോഗശൂന്യമാണ് അല്ലെങ്കിൽ നിഷ്ഫലവുമാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ രണ്ടും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് ഈ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രശ്നങ്ങളെയും സിദ്ധാന്തങ്ങളെയും വിലയിരുത്താൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുന്നത് എവിടെയാണ്? ചരിത്രത്തിൽ നിന്നാണ് നമുക്ക് ആ ഒരു പശ്ചാത്തലം ഒരുക്കുന്നത്. ഇപ്പോൾ പഴയ സിദ്ധാന്തങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കുന്നതും പുതിയൊരു സിദ്ധാന്തം ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നതിനും നമ്മുടെ ഈ ചരിത്രം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിലെ സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള അറിവ് ചരിത്രകാരന് വളരെയധികം ഉപയോഗപ്രദമാണ്. ഇത് നമുക്ക് ഈ ചരിത്രപരമായിട്ടുള്ള അറിവിലൂടെയാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഓരോ സിദ്ധാന്തങ്ങളും ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക അവസ്ഥകളെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ചരിത്ര വിശകലനം അല്ലെങ്കിൽ ചരിത്ര പഠനം എന്ന് പറയുന്നത് വളരെ അസാധ്യമാണ് അല്ലെങ്കിൽ അപൂർണമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചരിത്രത്തെ ഒഴിവാക്കുന്ന സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അസ്ഥിവാരമില്ലാത്തതും, സാമ്പത്തിക ശാസ്ത്രത്തെ ഒഴിവാക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് ഉപയോഗശൂന്യമാണ് അല്ലെങ്കിൽ നിഷ്ഫലവുമാണ്. രണ്ടാമത്തത് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതായത് സാമ്പത്തിക ശാസ്ത്രവും പൊളിറ്റിക്കൽ സയൻസും അല്ലെങ്കിൽ രാഷ്ട്രമീമാംസയും ഏറ്റവും അടുത്ത ബന്ധമുള്ള 2 ശാസ്ത്രങ്ങളാണ്, സാമൂഹ്യ ശാസ്ത്രങ്ങളാണ്. അതിൽ തന്നെ ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വികസനം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് രാഷ്ട്രീയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെങ്കിൽ വളരെ ബന്ധപ്പെട്ട് ഇത് രണ്ടും കിടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വികസനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളാണ്. ഇപ്പം പ്രസൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പലതും ഈ സാമ്പത്തിക പ്രാകൃതമുള്ളവയാണ്, സാമ്പത്തിക സ്വഭാവമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയവും തമ്മിൽ നല്ല ഒരു അതായത് പരസ്പരം പ്രവർത്തിക്കുകയും പ്രതിവർത്തിക്കുകയും ചെയ്യുന്ന 2 സയൻസസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ എക്കണോമിക്സ് ആൻഡ് ലോ, സാമ്പത്തിക ശാസ്ത്രവും നിയമവും വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതായത് നിയമങ്ങളെ വിലയിരുത്തുന്നതിൽ സാമ്പത്തിക ശാസ്ത്രത്തെയും സമ്പദ് വ്യവസ്ഥകളെ വിശകലനം ചെയ്യുന്നതിന് നിയമത്തെയും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്കണോമിക്സ് ആൻഡ് സൈക്കോളജിയാണ്. ഈ മനുഷ്യരുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. അപ്പോൾ ഈ മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെയും ലക്ഷ്യങ്ങളെയാണ് ഈ ഒരു സൈക്കോളജി ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെയും ഉൽപ്പാദകരുടെയും ലക്ഷ്യങ്ങളെ സാമ്പത്തിക ശാസ്ത്രവും പഠനവിധേയമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളും നിയമങ്ങളും മനഃശാസ്ത്രത്തിലും മായിട്ടും ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇനി എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജിയാണ്. സമൂഹത്തിലെ പല വിഭാഗങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളെക്കുറിച്ച് പഠിക്കുന്ന പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഈ മനുഷ്യരുടെ സംഘടിത സ്വഭാവത്തെയും സമൂഹത്തെയും അത് ശാസ്ത്രീയമായി സോഷ്യോളജി പഠിക്കുന്നുണ്ട്. ഈ ഒരു എക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സോഷ്യോളജിയിൽ മനുഷ്യരുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ ധാർമ്മികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ വശങ്ങളും സോഷ്യോളജി പഠനവിധേയമാക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ മാത്രമാണ് ഈ ഒരു എക്കണോമിക്സിൽ പഠിക്കുന്നത്. പക്ഷേ സോഷ്യോളജി എന്ന് പറയുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തേക്കാൾ കൂടുതലായിട്ട് ഈ മനുഷ്യൻ്റെ രാഷ്ട്രീയത്തെയും തൊഴിൽപരമായിട്ടും ബുദ്ധിപരമായിട്ടുള്ള എല്ലാം
ഈ ഒരു സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. സാമൂഹികമായിട്ടുള്ള എല്ലാ ഇടപെടലുകളെക്കുറിച്ചും സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. ഇതാണ് എക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള റിലേഷനായിട്ട് വരുന്നത്. അപ്പം എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി, എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് ആൻഡ് ലോ, എക്കണോമിക്സ് ആൻഡ് സൈക്കോളജി, എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി. ഇതാണ് 5 റിലേഷൻ വിത്ത് അതർ സോഷ്യൽ സയൻസസ്. പിന്നെ മെയിനായിട്ട് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് എക്കണോമി നേരിടുന്ന മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സ്കാർസിറ്റിയാണ്, ദൗർലഭ്യമാണ്. അതായത് ഇപ്പം പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മനുഷ്യർ അവരുടെ അപരിമിതമായിട്ടുള്ള ആവശ്യങ്ങൾ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. ഈ ഒരു പ്രശ്നത്തിൽ നിന്നാണ് മറ്റെല്ലാ പ്രശ്നങ്ങളും, അതായത് ഈ കുറഞ്ഞ ദൗർലഭ്യമായിട്ടുള്ള ഈ ഒരു വസ്തുക്കളിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യൻ്റെ അപരിമിതമായിട്ടുള്ള ആവശ്യങ്ങൾ സാധിക്കാൻ കഴിയുന്നത് എന്നതാണ് ഒരു മെയിനായിട്ടുള്ള സാമ്പത്തിക പ്രശ്നമായിട്ട് കണക്കാക്കുന്നത്. ഒരു സമൂഹം നേരിടുന്ന മെയിനായിട്ടുള്ള പ്രശ്നം അതാണ്. മെയിനായിട്ടുള്ള സെൻട്രൽ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് ദൗർലഭ്യം തന്നെയാണ് ഒരു സമൂഹം നേരിടുന്ന പ്രധാന സാമ്പത്തിക പ്രശ്നമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്